നമസ്കാരം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മന്ത്രി പി രാജീവിൽ നിന്ന് ഇഡി മൊഴിയെടുക്കും. നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ പി രാജീവിന്റെ ഇടപെടലുണ്ടായെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് മൊഴിയെടുക്കുന്നത്. പി രാജീവിനെതിരെ ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാർ ഇഡിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് പി രാജീവ് സമ്മർദ്ദം ചെലുത്തിയതെന്നാണ് മൊഴി. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇഡി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിയമവിരുദ്ധമായി കരുവന്നൂരിൽ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പി രാജീവിന്റെ നിലപാട്. ആരോപണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതാണെന്നും മന്ത്രി ആരോപിച്ചിരുന്നു. അതേസമയം കരുവന്നൂർ ബാങ്കിലെ CPMന്റെ 25 രഹസ്യ അക്കൗണ്ടുകൾ വഴി 100 കോടിയോളം രൂപയുടെ രഹസ്യ കള്ളപ്പണ ഇടപാട് നടന്നെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ അറിയിച്ചത്. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സ്വകാര്യ ഹർജിയിലാണ് ഇഡി അന്വേഷണ പുരോഗതി അറിയിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ അത്രയും നിയമവിരുദ്ധമാണ്. കള്ളപ്പണ ഇടപാടും വ്യാജ ലോണുകളും സ്വർണ്ണപ്പണയവും ഭൂമി ഈട് ലോണും അടക്കം സകലതിലും കൃത്രിമമുണ്ട്. ബാങ്ക് നിയന്ത്രിച്ച CPM പ്രാദേശിക ഭരണസമിതിയുടെ പൂർണ്ണ മേൽനോട്ടത്തിലാണ് ഇതെല്ലാം നടന്നത്. പല ജീവനക്കാരെയും നോക്കുകുത്തികളാക്കിയാണ് രാഷ്ട്രീയ നേതാക്കൾ വൻ തട്ടിപ്പ് നടത്തിയത്. CPMന്റെ കോടികളുടെ ഇടപാടുകൾക്കായി കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. വിവിധ ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ പേരിലായിരുന്നു ഇത്. ഏരിയ കോൺഫറൻസ്, സുവനീർ അക്കൗണ്ട്, ബിൽഡിംഗ് ഫണ്ട് എന്നൊക്കെ പേരുകളിലായിരുന്നു കള്ളപ്പണ ഇടപാട് നടത്തിയത്. CPM അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിന് മാത്രമായി പ്രത്യേകം മിനിറ്റ്സ് ബുക്കും സൂക്ഷിച്ചിരുന്നു. 17 ഏരിയ കമ്മിറ്റികളുടേതായി 25 അക്കൗണ്ടുകൾ ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നു. 100 കോടിയോളം രൂപയുടെ ഇടപാടുകളാണ് രഹസ്യ അക്കൗണ്ടുകൾ വഴി എത്തിയത്. ഈ പണം ഉപയോഗിച്ച് ഭൂമിയും സ്വത്തുക്കളും വാങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മറ്റ് ഏജൻസികളുടെയും പിടിവീഴാതിരിക്കാൻ ചില അക്കൗണ്ടുകൾ പിന്നീട് ക്ലോസ് ചെയ്തു. രഹസ്യ അക്കൗണ്ടുകളിലെ നിക്ഷേപവും സ്വത്തുക്കളും ഓഡിറ്റിന് വിധേയമാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. കേസിൽ മാപ്പുസാക്ഷിയായി മാറിയ സുനിൽകുമാറാണ് വ്യാജ ലോണുകൾ അനുവദിക്കാൻ ഇടപെട്ട നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തിയത്. നിലവിലെ മന്ത്രി പി രാജീവ് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. AC മൊയ്തീൻ, പാലൊളി മുഹമ്മദ് കുട്ടി അടക്കം മുതിർന്ന നേതാക്കളും സമ്മർദ്ദം ചെലുത്തിയ ജില്ലാ, ഏരിയ, ലോക്കൽ കമ്മിറ്റി നേതാക്കളുടെ പേരുകളും സുനിൽകുമാറിന്റെ മൊഴിയിലുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി വെളിപ്പെടുത്താത്ത സ്വത്തുക്കളും ഇടപാടുകളും ബാങ്ക് വഴി CPMന് ഉണ്ടായിരുന്നെന്നും ഇഡി അവകാശപ്പെടുന്നു. അതേസമയം കരുവന്നൂർ ബാങ്കിൽ നിയമവിരുദ്ധ വായ്പകൾക്ക് ഇടപെട്ടുവെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹൈക്കോടതിയിലെ സത്യവാങ്മൂലത്തിൽ പ്രതികരണവുമായി മന്ത്രി പി രാജീവ് രംഗത്തെത്തിയിരുന്നു. നിയമവിരുദ്ധമായ ഒരു കാര്യത്തിലും സമ്മർദ്ദം ചെലുത്താറില്ലെന്നും അടുത്ത കുറച്ച് മാസങ്ങളിൽ ഇത്തരത്തിൽ പലതും വരാനിടയുണ്ടെന്നും രാജീവ് പറഞ്ഞു. MP ആയിരുന്നപ്പോഴും ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇപ്പോൾ മന്ത്രിയായിരിക്കുമ്പോഴും നിയമവിരുദ്ധ കാര്യങ്ങൾക്കായി ആർക്കും സമ്മർദ്ദം ചെലുത്താറില്ല. ഇതിപ്പോൾ പുതിയ അറിവാണ്. കുറെ കാലമായി എപ്പിസോഡുകൾ ഇറങ്ങുകയാണ്. എന്തെന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ ഒരു ജില്ല വിട്ട് മറ്റൊരു ജില്ലയിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇടപെടാറില്ല. ഇനി ഇടപെട്ടാൽ തന്നെ ഇന്ന രീതിയിൽ വായ്പ കൊടുക്കാൻ പറയാറില്ല. ഇവിടെ ഒന്നും ഒരിക്കലും ഇടപെടാറില്ല. ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങൾ ഇങ്ങനെ പലതും വരാനിടയുണ്ട്. അങ്ങനെ മാത്രമായി കാണേണ്ടതുള്ളൂ എന്നാണ് മന്ത്രി രാജീവ് പ്രതികരിച്ചത്.